നബിദിനവുമായി ബന്ധപ്പെട്ട ഒരല്പ കാര്യം. ഒരുപാട് സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കണം. ഒരുപാട് ആളുകൾ പലരും പറയാറുണ്ട് നബിദിനം ആഘോഷിക്കരുത്. ഭയങ്കര ഗംഭീരമായിട്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ. ഒരു ആഘോഷത്തിന് ഒരു കുറവും വരുത്തരുത്. റോഡ് നീളെ നിങ്ങൾ ജാഥ പോയിക്കോളൂ. കുട്ടികളെയൊക്കെ പിന്നെ പ്രത്യേകമായി അതിനുവേണ്ടി പോയി തയ്യാറാക്കി 500, 1000, 2000 ഒക്കെ മുടക്കിയിട്ട് ഒരുപാട് ഡ്രസ് കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെണ്ടയും ദഫും മുട്ടും പരിപാടിയും റോഡ് ബ്ലോക്കും ആംബുലൻസ് പോലും വിടാതെ ഒരു വാഹനം പോലും കടത്തി വിടാതെ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായി ആഘോഷിക്കണം. ഇങ്ങനെ അതുമാത്രമല്ല ലഡുവും ജിലേബിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഷുഗർ പിടിച്ചോനും ഷുഗറും പ്രഷറൊക്കെ ഇല്ല ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പോലും നിങ്ങൾ നൽകിയിട്ട് തിന്നിപ്പിക്കണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട സാധു ആ ദിവസം തിങ്കളാഴ്ച ആണെങ്കിൽ അന്ന് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് പോലും നോമ്പിനെ മുറിപ്പിക്കണം. അല്ലേ? പലപ്പോഴും എന്തോ ഇങ്ങനെ നോമ്പ് നബിദിനമില്ല ഇന്നങ്ങനെ നോമ്പൊക്കെ എന്നിട്ട് അതിൻ്റെ മുട്ടായും ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കൊടുക്കണം. ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ ഇസ്ലാമിനെ നന്നായി കാണുന്ന, ഇസ്ലാമിനെ ഒരു നല്ല രീതിയിൽ കാണുന്ന, ഇസ്ലാമിനോട് ചിലപ്പം ഒരു ചെറിയ മനസ്സ് കൊണ്ടുപോലും കൂറ് പുലർത്തുന്ന ആളുകളുണ്ട്. അവരെ പോലും ദ്രോഹിക്കണം. ഭയങ്കര ശബ്ദകോലാഹങ്ങൾ സൃഷ്ടിച്ചിട്ട് ഡും 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 ശബ്ദവും അതും ഇതും കുൽമാലാക്കി ഭയങ്കര ശബ്ദമാക്കി ബൈക്കറാളിക്ക് അതിൽ ഓർണൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾക്ക് സൃഷ്ടിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ? അല്ലെങ്കിൽ മദ്രസിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പരിപാടി ഏതെങ്കിലും ഒരു കമ്മിറ്റീൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസയുടെ ഗ്രൗണ്ടിലോ മദ്രസയുടെ പരിസരത്തോ ഉള്ള പരിപാടികളെ സംബന്ധിച്ചല്ല, പൊതു റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ ആളുകളിങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആര് കേൾക്കാൻ. പക്ഷെ അതൊന്നും ഇസ്ലാമിൻ്റെ പേര് നിങ്ങൾ വരവേക്കരുത്. അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയാണെന്ന് ഒരിക്കലും പറയരുത്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല, പ്രവാചകൻ പഠിപ്പിച്ചില്ല, സഹാബികൾ പഠിപ്പിച്ചില്ല, താബികൾ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരുവിധ തെളിവും ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്കില്ല. നമ്മൾ നോക്കും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ആഘോഷവും ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പെരുന്നാൾ പോലെയാണ് ആഘോഷിക്കാറ്. വെള്ളിയാഴ്ച ദിവസത്തെ ഓരോ സുന്നത്തും നമുക്ക് എണ്ണി പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പറയാൻ വേണ്ടി അവർ പറയും. അതേപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും, ഇത് ഒരേപോലെ ആയിരിക്കും വെള്ളിയാഴ്ച ദിവസം. അതുപോലെ പെരുന്നാൾ ദിവസം നോക്കൂ, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. അധികം സുന്നത്തുകൾ ഒരുപോലെ ആയിരിക്കും വരിക. നബിദിനം നോക്കൂ, ഒരു സ്ഥലത്ത് പിന്നെ തിങ്കളും ചൊവ്വാൻ പരിപാടി വെക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ചൊവ്വാ ബുധനും പരിപാടി വെക്കുന്നു, പിന്നെ ഒരു സ്ഥലത്ത് മൊത്തക്കാർ വേറൊരു വകയിൽ വെക്കുന്ന പരിപാടി. പല രീതിയിലായിരിക്കും പരിപാടി. ഇവിടെ ബൈക്ക് റാലിയും ജാതിയും സംഘടിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വേറെന്നാണ്. ഇവിടെ മഴ ഉണ്ടാവുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആക്കാം. അങ്ങനെ പല രീതിയിൽ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. ഈ പ്രാമാണികമാണെങ്കിൽ നമുക്കറിയാം മുസഫർ രാജാവ് ഹിജ്റ 600 ശേഷം കൊണ്ടുവന്ന പരിപാടിയായത്. അവ ഇസ്ലാമിക പ്രാമാണികമാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരുന്നു വേണ്ടത്, അല്ലേ? വെള്ളിയാഴ്ച ദിവസമൊക്കെ നടക്കുന്ന പോലെ പ്രാമാണികമായ സുന്നത്താണെങ്കിൽ ഒരേപോലെയല്ലേ നടക്കേണ്ടത്. അപ്പോൾ ആളുകളെ ഭയങ്കരമായി പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാതെ ഏതെങ്കിലും രീതിയിൽ മദ്രസയുടെ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മദ്രസയുടെ മുറ്റത്തോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. ആംബുലൻസിൽ പോലും പോകാൻ പറ്റാതെ വാഹനങ്ങൾ പോലും കടത്തിവിടാതെ അങ്ങനെയുള്ള റോഡ് ബ്ലോക്കൊക്കെ സൃഷ്ടിക്കാതിരിക്കുക. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. ഒന്നാമത് ആ പ്രവാചകൻ ജനിച്ചില്ല. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ കാണാറുണ്ട്, അതുപോലെ ക്രിസ്മസിന് ഡിസംബർ 25 ആഘോഷം നമ്മൾ കാണാറുണ്ട്. അതേപോലെയുള്ള ഒരു ആഘോഷമാക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഏതാഘോഷമായാലും ഏത് മതത്തിൻ്റെ ആഘോഷമായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വാഹനങ്ങളെ തടസ്സപ്പെടുന്ന രീതിയിൽ നമുക്കറിയാലോ വെയിലിലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എടുത്തു നീക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നത്തെ ദിവസം ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുത്, എന്നിട്ട് പ്രവാചകനെയും സഹാബികളെയും പറയിപ്പിക്കരുത്. അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി നമ്മൾ മുമ്പോട്ട് പോവുക.